നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രതിപക്ഷം ഭരണഘടനയെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷത്തുള്ളവർ അഹങ്കാരികളാണെന്നും ഈ തിരഞ്ഞെടുപ്പ് അവരെ ശിക്ഷിക്കാനുള്ളതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ ഗയയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയെ പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാർ രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധരെയും വികസിത ഭാരതത്തെ എതിർക്കുന്നവരെയും ശിക്ഷിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ്. തന്നെ അപമാനിതനാക്കുവാൻ വേണ്ടി കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ തെറ്റ് പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ BJP ഭരണഘടനയെ മാനിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ അംബേദ്കറും രാജേന്ദ്ര പ്രസാദും രൂപപ്പെടുത്തിയ ഭരണഘടനയാണ് എന്നെ പ്രധാനമന്ത്രിയാക്കിയത്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഭരണഘടനാ ദിനാചരണത്തെ പോലും എതിർക്കുന്നവരാണ് പ്രതിപക്ഷം. അംബേദ്കർ വിചാരിച്ചാൽ പോലും ഇപ്പോൾ ഭരണഘടനയെ മാറ്റാനാവില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അയോധ്യയിൽ ബാലകരാമനെ പ്രതിഷ്ഠിച്ച ശേഷമുള്ള ആദ്യത്തെ രാമനവമിയാണ് ആഘോഷിക്കുന്നത്. ബംഗാളിൽ രാമനവമി ആഘോഷങ്ങൾ തടയാൻ മമതാ സർക്കാർ ശ്രമിക്കുകയാണ്. അവർ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ സത്യമേ വിജയിക്കൂ. കൽക്കട്ട ഹൈക്കോടതി രാമനവമി ആഘോഷങ്ങൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. പൂർണ്ണമായ ഭക്തിയോടെയും ആദരവോടെയും രാമനവമി ആഘോഷിക്കുമ്പോൾ ബംഗാളിലെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും അഭിനന്ദിക്കുന്നു. ജൂൺ 4-ന് 400 സീറ്റോടെ NDA അധികാരത്തിലെത്തും. ബംഗാളിന്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിനാവും കേന്ദ്ര സർക്കാർ മുൻതൂക്കം കൊടുക്കുക. ഗുണ്ടകൾക്കും ബംഗാളിലേക്ക് നുഴഞ്ഞു കയറാൻ എല്ലാ സൗകര്യവും തൃണമൂൽ കോൺഗ്രസ് ഒരുക്കിക്കൊടുത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10 വർഷമായി രാജ്യം വൻ നേട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 10 കോടി സ്ത്രീകളാണ് ഇതിനിടയിൽ സ്വയം സഹായ സംഘങ്ങളിൽ ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചാണ് രാജ്യം മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രതിപക്ഷം സനാതനധർമ്മത്തെ ഡെങ്കിയും മലേറിയയോടാണ് ഉപമിക്കുന്നത്. RJD ബീഹാറിന് 2 കാര്യങ്ങളെ നൽകിയിട്ടുള്ളൂ: ജംഗിൾ രാജും അഴിമതിയും. അവരുടെ ഭരണകാലത്ത് വികസനം പോലെ അഴിമതി തഴച്ചു വളർന്നു. RJDയും കോൺഗ്രസും സാമൂഹ്യ നീതിയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു.